ഇന്നലെ നടന്ന അൽ നസർ വേഴ്സസ് ദമാക് മാച്ച്. അൽ നസർ ദമാക്കിനെ 4-1 തോൽപ്പിച്ച് അങ്ങനെ അവർ റഷ്യൻ സൗദി ലീഗിൻ്റെ ചാമ്പ്യൻസായും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആദ്യത്തെ സൗദി ലീഗ് കിരീടമായിരുന്നു അവർ ഇന്നലെ ചൂടിയത്. ആ ട്രോഫി സെറമണിയുടെ ഇടയിലും ക്രിസ്ത്യാനോ റൊണാൾഡോ കരയുണ്ടായിരുന്നു. പിന്നെ മാച്ചിൻ്റെ ഇടയിലും ക്രിസ്ത്യാനോ കരയുണ്ടായിരുന്നു. കാരണം 3 വർഷത്തെ കഷ്ടപ്പാടിന് കൊണ്ടാണ് ക്രിസ്ത്യാനോയ്ക്ക് ആ റഷ്യൻ സൗദി ലീഗ് വിൻ ചെയ്തത്. കാരണം എല്ലാവരും റൊണാൾഡോ ആ സൗദിയിലേക്ക് പോകുമ്പോൾ റൊണാൾഡോ അവിടെ ടോപ്പ് സ്കോറർ, റൊണാൾഡോ ഈസി ആയിട്ട് അവിടുത്തെ ട്രോഫീസ് വിൻ ചെയ്യുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ റൊണാൾഡോയ്ക്ക് അവിടുത്തെ സൗദി ലീഗ് വിൻ ചെയ്യാൻ ഏകദേശം ഒരു 3 വർഷം എടുത്തു. കാരണം അവിടുത്തെ ഒരു പ്ലേയേഴ്സിൻ്റെ പോരായ്മ, പ്ലേയേഴ്സിൻ്റെ വയ്യായ്മ എല്ലാം കൊണ്ട്. പക്ഷേ റൊണാൾഡോ ഈ സീസണിൽ റൊണാൾഡോയും പ്ലേയേഴ്സും നല്ല രീതിയിൽ കളിച്ചു. പിന്നെ അവൻ്റെ പുതിയ കോച്ചായ അൽ ഹിലാലിൻ്റെ പഴയ കോച്ചിൻ്റെ ബ്രില്യൻസ് കാരണം അവർ വിൻ ചെയ്തു. പിന്നെ അൽ ഹിലാലും അവരുടെ മാച്ച് വിൻ ചെയ്തു. അവർ ഈ സീസണിൽ അൺബീറ്റനാണെങ്കിലും പക്ഷേ അവർക്ക് സൗദി ലീഗ് വിൻ ചെയ്യാൻ സാധിച്ചില്ല. അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് സൗദി ലീഗ് വിൻ ചെയ്തത്. ആ കോച്ചിൻ്റെ ബ്രില്യൻസ് കൊണ്ട് മാത്രമെന്ന് പറയാം. പിന്നെ ഇതാണ് അൽ നസറിന് വേണ്ടി ഇറങ്ങിയ മെയിൻ 11. ജാവോ ഫെലിക്സിൻ്റെ അസിസ്റ്റിലൂടെ സാദിയോ മാനയുടെ ഒരു ഹെഡറിലാണ് അൽ നസർ അവരുടെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തത്. പിന്നെ അതിനുശേഷം കിങ്സ്ലി കോമാൻ്റെ ഒരു ബ്രില്യൻറ്റ് ലോങ് റേഞ്ച് ഗോളിൽ അൽ നസർ ഡബിൾ ചെയ്തു. പിന്നെ ദമാക് ഒരു പെനാൽറ്റി തിരിച്ചടിച്ചു. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഉഗ്രൻ, ഒരു ബ്യൂട്ടിഫുൾ ഫ്രീ കിക്കിലൂടെ ഒരു 3-1 മാച്ചിൽ. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കിടിലൻ ഷോട്ട്, ഒരു പവർഫുൾ ഷോട്ടിലൂടെ 4-1 ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റഷ്യൻ സൗദി ലീഗ് കിരീടം ചൂടി. പിന്നെ ISL നോക്കി വെച്ചാലും ഈസ്റ്റ് ബംഗാൾ FC ആണ് ഇപ്രാവശ്യത്തെ ISL ചാമ്പ്യൻസായത്. ഈസ്റ്റ് ബംഗാൾ 26 പോയിൻറ്റ്സോടെയാണ് ISL വിൻ ചെയ്തത്. പിന്നെ അവൻ്റെ കോച്ചും അവരുടെ പ്ലേയേഴ്സിൻ്റെ സെലിബ്രേഷനായിരുന്നു. പിന്നെ ഇതാണ് ഇപ്രാവശ്യത്തെ ISL ഗോൾഡൻ ബോൾ വിന്നർ ആൻഡ് ഗോൾഡൻ ബൂട്ട് വിന്നർ